നിങ്ങളുടെ മൊബൈൽ ഫോണ് നമ്മൾ എത്ര ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മെമ്മറി ഇങ്ങനെ ഫുള്ളായിട്ട് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ, നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടും. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസൊക്കെയാണ് നമ്മുടെ മൊബൈലും ഇങ്ങനെ ഫുള്ളാക്കിക്കൊണ്ടിരിക്കണേ എന്നുള്ളതാണ്. എന്നാൽ അതല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഡാറ്റ ഉപയോഗിക്കുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് നിന്ന് ഡിലീറ്റ് ചെയ്യാണ്ട് എങ്ങനെയാണ് മാക്സിമം നമ്മുടെ സ്റ്റോറേജ് ഫ്രീ ആക്കുക എന്നാണ് നമ്മളിത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മെയിനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, 128 GB സ്റ്റോറേജ് ഉണ്ടെങ്കിലും 126 GB ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെറും 2 GB ആണ് ഇപ്പോൾ അതിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ആപ്സ് ആണ്. കണ്ടില്ലേ, ആപ്സ് ഇവിടെ 56 GB ആണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് എൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോസ് 17 ഉള്ളൂ, ഇമേജ് ഫോട്ടോസ് 5 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഈ ആപ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആപ്സ് നമുക്ക് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യാണ്ട് ആപ്സിലെ മാക്സിമം ബാക്കപ്പ് എടുക്കാൻ എങ്ങനെ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മറ്റു കാര്യങ്ങളും കുറച്ച് സിമ്പിൾ ട്രിക്സ് പറഞ്ഞുതരാം, എങ്ങനെയാണ് ഇതിലെ മാക്സിമം നമുക്ക് സ്റ്റോറേജ് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടോളൂ. അപ്പോൾ നമുക്കിതിൽ ആദ്യം നമുക്കതിൻ്റെ ആപ്സ് ഒന്ന് എടുക്കാം. ആപ്സ് എടുക്കുന്നതിന് നമുക്ക് സെറ്റിങ്സ് പോവാം. അപ്പം മുകളിൽ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് സെറ്റിങ്സ് എടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ കണ്ടില്ലേ, ഇവിടെ ഒരു പൽചക്രം പോലെ ഒരു സാധനം, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് എടുക്കാം. ഇതിൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് എടുക്കാം. APPS ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ആപ്പ് മാനേജ്മെൻ്റ് എന്നോ ആപ്സിനോ എങ്ങനെയാണ് ഉള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇതിൽ നമുക്ക് ആപ്പ് മാനേജ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും, നമ്മൾ എത്ര ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അത് ഫുള്ള് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓരോ ആപ്പിലും പോയിട്ട് നമ്മൾ അത് ക്ലിയർ ചെയ്യാണ് വേണ്ടത്. ആപ്പ് ഡിലീറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് മാക്സിമം സ്റ്റോറേജ് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ IRCTCൻ്റെ ഈ ഒരു സൈറ്റ് എടുത്തിട്ട് ഇതിൽ സ്റ്റോറേജ് എടുക്കാം. സ്റ്റോറേജ് എടുക്കുമ്പോൾ കണ്ടില്ല, ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇവിടെ ഇത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇതിൽ ക്ലിയർ ഡാറ്റ ക്ലിയർ ചെയ്യരുത്. ക്ലിയർ ഡാറ്റ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസർ നെയിം പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ വീണ്ടും കൊടുക്കേണ്ടി വരും. കണ്ടില്ലേ, ഇപ്പോൾ ആമസോൺ കണ്ട 167 MB ആമസോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് അതെല്ലാം ഇതേപോലെ എടുത്തിട്ട്, ഇപ്പോൾ ഫേസ്ബുക്ക് കണ്ടില്ലേ, 300 MB ആണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ക്യാഷ് മെമ്മറി. അപ്പോൾ ഇത് ക്ലിയർ ചെയ്തു വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല, അതിൻ്റെ സപ്പോർട്ടിംഗ് ഫയൽസ് ആണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ യൂസർ നെയിമോ പാസ്വേഡും ചോദിക്കില്ല, നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ക്ലിയർ ചെയ്തു വിചാരിച്ച് ടെൻഷൻ ആവണ്ട കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ മെമ്മറി നമുക്ക് ഇതേപോലെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും, ഒന്നാമത്തെ കാര്യം. ഇനി അതേപോലെ തന്നെയാണ്, നിങ്ങൾ ടെലഗ്രാം ഉപയോഗിക്കുന്ന ഒരാളാണ് വിചാരിക്കുക, ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് നിങ്ങൾ ടെലഗ്രാം ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അതെങ്ങനെ നോക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇതേപോലെ സ്റ്റോറേജ് സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഡാറ്റ ആൻഡ് സ്റ്റോറേജ്. ഇപ്പോൾ 4 GB ആണ് ഇതിൽ സ്റ്റോറേജ് ആയിട്ട് ഈ ടെലഗ്രാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കാരണം നമുക്കറിയില്ല ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ കുറേ ഫിലിമും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഇതേപോലെ സ്റ്റോറേജ് ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സ്പേസ് ക്ലിയർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മളിതിൽ ഈ മീഡിയ ഓട്ടോമാറ്റിക് ഡൗൺലോഡ്, നമ്മൾ ടെലഗ്രാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഫോട്ടോസ് അയക്കുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആവും നമ്മുടെ ഫോണിൽ. നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് കുറേ ഡൗൺലോഡ് ആവും. അപ്പോൾ ഈ കാണുന്ന പോലെ ഇതെല്ലാം അതും ഡിസേബിൾ ചെയ്ത് വെക്കുന്നതായിരിക്കും നമുക്ക് സേഫ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ വാട്സപ്പ്. അപ്പോൾ ഈ വാട്സപ്പിലും നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് രാവിലെ കുറേ ഗുഡ് മോർണിംഗ് മെസ്സേജും കുറേ ഫോർവേഡ് മെസ്സേജും വന്ന് നിറയും നമ്മുടെ മൊബൈലിൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പലതും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോകും. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇങ്ങനെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എടുക്കുക. ഇവിടെ മാനേജ് സ്റ്റോറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ യൂസേഴ്സും, നമ്മുടെ ഓരോ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഓരോ ആളുകളും നമുക്ക് അയച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഫുൾ മെമ്മറിയാണ് വലത് ഭാഗത്ത് കാണിക്കാണ്ടല്ലേ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അതേപോലെ നമുക്ക് ഫോർവേഡഡ് മെനി ടൈംസ്, അപ്പോൾ കുറേ സമയം നമ്മൾ ഫോർവേഡ് മെസ്സേജുകൾ കുറേ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇതിൽ കാണാൻ പറ്റും ഓരോന്ന്. ഇപ്പോൾ ലാർജർ ഫയൽസ് കണ്ടില്ലേ, 494 MB. അതേപോലെ ഓരോ ആളുകളും നമുക്ക് അയച്ചു തന്നതിൻ്റെ സൈസാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്യാം, നമുക്ക് ആവശ്യമില്ലാത്തത് ഫുള്ള് നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ആവശ്യമുള്ളത് മാത്രം നമ്മൾ നിലനിർത്തിയാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് അയച്ചതെന്നൊക്കെ നമുക്ക് ഇതിങ്ങനെ അതിൻ്റെ സൈസ് വൈസാണ് അത് സോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ 152 MB ആണ്. അപ്പോൾ ഞാനിത് ഇടയ്ക്കോ ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് കുറച്ച് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നോക്കി നോക്കുക, അപ്പോൾ ഒരുപാട് ഉണ്ടായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിച്ച് സെലക്ട് ആവും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് നിലനിർത്തിയിട്ട് ജസ്റ്റ് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇതൊന്നും എല്ലാവരും ചെയ്യാം.
അപ്പോൾ തന്നെ നമുക്ക് കുറേ MB നമുക്ക് ആവശ്യമില്ലാണ്ട് കിട്ടുന്ന നമ്മുടെ മൊബൈലിൽ വന്ന് കിടക്കുന്ന കുറേ സാധനങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് എല്ലാവരും ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഇനി അതിൽ ലാർജർ ദാൻ 5 MB അല്ല 5 MBയിൽ കൂടുതലുള്ള ഫയൽസ് നമ്മുടെ മൊബൈലിൽ മൾട്ടിപ്പിളായിട്ട് ഒരേ സാധനം തന്നെ നമുക്ക് പല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കിതൊക്കെ നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡായി കിടക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് സെലക്ട് ഓൾ കൊടുത്താൽ മുഴുവനും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ പോവും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ലാർജർ ദാൻ 5 MB എല്ലാം കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ സൈസ് വൈസ് ഒക്കെ നോക്കി നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി ഡാറ്റ നമുക്ക് മൊബൈലിൽ കിട്ടുന്നതാണ്. അതേപോലെ ഈ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളത് നോ മീഡിയ ആക്കിയിടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ മെസ്സേജുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുന്നത് നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് ഒരു ആപ്പ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ പ്രസ് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ ഒരിക്കലും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയരുത് കേട്ടോ. അങ്ങനെ കളയുമ്പോൾ അതിൻ്റെ മുഴുവൻ സപ്പോർട്ടിങ് ഫയൽസും പോവില്ല. അപ്പോൾ നമ്മളൊരു ആപ്പ് നമ്മുടെ മൊബൈലിൽ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു ആപ്പ് നമ്മൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് നമ്മൾ ആപ്പ് തുറന്നതിന് ശേഷം ഇതിൻ്റെ ഇങ്ങനെ അൺഇൻസ്റ്റാൾ കൊടുത്ത് അൺഇൻസ്റ്റാൾ ആവും. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആദ്യം സ്റ്റോറേജ് എടുക്കുക. സ്റ്റോറേജ് യൂസേജ് കണ്ടില്ലേ, ഈ സ്റ്റോറേജ് യൂസേജ് എടുത്തിട്ട് ആദ്യം ക്ലിയർ ക്യാഷ് കൊടുക്കുക, പിന്നെ ക്ലിയർ ഡാറ്റ കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ മുഴുവൻ ഫയൽസും, ഇപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അതിന് കുറേ സപ്പോർട്ടിങ് ഫയൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മുഴുവൻ ഫയൽസും പോകണമെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെ വേണം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടൊരു ആപ്പുണ്ട് ഗൂഗിളിൻ്റെ തന്നെ. നമുക്ക് ഇതേപോലെ കുറേ ജങ്ക് ഫയൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിലുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടൊരു ഇതാണ് നമ്മൾ ഫയൽസ് എന്നുള്ള പേരിലൊരു ഗൂഗിൾ തന്നെ തരുന്ന നമുക്കൊരു ക്ലിയർ ചെയ്യുന്ന ആപ്പ് ഉണ്ട്. അപ്പോൾ ഈ ആപ്പ് കൊണ്ട് നമുക്ക് രണ്ട് ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇതേപോലെ ഫയൽസ് ക്ലിയർ ചെയ്യാം, അത് വലിയൊരു സഹായമാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് വേറൊരു മൊബൈലിലേക്ക് ഡാറ്റ അയക്കണമെങ്കിൽ, ഇപ്പോൾ എക്സെൻഡർ അങ്ങനെ കുറേ ഇതുണ്ടല്ലോ, ഷെയർ ഇറ്റ് പറഞ്ഞ പോലെ കുറേ സാധനങ്ങളുണ്ടല്ലോ, ഷെയറിങ് ആപ്പുകൾ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ഗൂഗിളിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ കണ്ടില്ല, ജങ്ക് ഫയൽസ് കണ്ടിട്ട് 123 MB. അപ്പോൾ ഇതൊന്നും നമുക്ക് മാനുവലി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇത് വന്നിട്ട് ജങ്ക് ഫയൽ ക്ലീൻ ചെയ്യാം. ജങ്ക് ഫയൽ മാത്രമല്ല കേട്ടോ, ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫയൽസ്, അതായത് ഇങ്ങനെ എന്താണ് കുറേ ഫയൽസ്, നമ്മൾ കുറേ ഉപയോഗിക്കാണ്ടിരിക്കുന്ന ഫയൽസ്, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്, ലാർജ് ഫയൽസ്, ബ്ലർ ആയിട്ടുള്ള ഫയൽസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തരുന്നുണ്ട്. കാരണം ഇതിലിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയില്ല നമ്മുടെ മൊബൈലിൽ ഒരേ ഇതിൻ്റെ 2 കോപ്പി ഉണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം കുറേ ഫയൽസ് ഉണ്ടാവും, നമുക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എല്ലാം ഡിലീറ്റ് ആവും. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എല്ലാം ഇതേപോലെ നമുക്ക് സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് മാത്രം, ഒരു ഫയലിനെ മാത്രം അവിടെ നിലനിർത്തിയിട്ട് ബാക്കി മുഴുവൻ ഇതേപോലെ എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ കുറേ നമ്മൾ ഉപയോഗിക്കാത്ത ഫയൽ, ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ്, ലാർജ് ഫയൽസ്, ഇപ്പോൾ നമ്മൾ ചില ആപ്പുകൾ ഒരു സമയത്തിന് വേണ്ടിയിട്ട് മാത്രമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ഫോണിൽ. അപ്പോൾ അങ്ങനത്തെ ആപ്പൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അൺയൂസ്ഡ് ആപ്സ് എന്ന് കണ്ടില്ലേ, അപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിയർ ക്യാഷും അതേപോലെ ക്ലിയർ ഡാറ്റയും കൊടുത്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നിലനിർത്തുക. കാരണം നമ്മൾ പല ആപ്പുകളും നമ്മുടെ മൊബൈലിൽ വെറുതെ സ്ഥലം കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അതേപോലെ നമ്മുടെ ചാനലിൽ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.